നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2023 ജനുവരി. പേടിഎം ബാങ്കിൻ്റെ പുതിയ MDയും CEO-യുമായി നിയമിതനായത് സുരീന്ദർ ചൗള. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൺ അസോസിയേഷൻ്റെ 13ാമത് ദേശീയ സമ്മേളനത്തിൽ അതിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് PK ശ്രീമതി. സീറിയത്തിൻ്റെ 2022 മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആഗോള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരു കൊമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. 2023 ജനുവരി 10 12 മണിക്കൂറിനുള്ളിൽ എത്ര പെനാൽറ്റി കിക്കുകളോടെ കേരളം ഗിന്നസ് ബുക്കിൽ ഇടം നേടി? 4500 പെനാൽറ്റി കിക്കുകൾ. ഡിഫൻസ് അക്വസിഷൻ കൗൺസിൽ 2023 ജനുവരി 10 മൊത്തം 4275 കോടിയുടെ എത്ര നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു? 3. 2023 ജനുവരി 12 26ാമത് ദേശീയ യുവജനോത്സവം ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? കർണാടക. 75ാമത് സൈനിക ദിനം സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? ബംഗളൂരു. ലോകത്തിലെ ആദ്യത്തെ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം. നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ ജനുവരി 11. മികച്ച രീതിയിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ നടത്തുന്ന സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങിൽ കേരളത്തിൻ്റെ സ്ഥാനം 7. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചത് MB രാജേഷ്. ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ ഡെഹംഗൻ ഇ ഉത്വാഡിയ. 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കണക്കു പഠനം നിർബന്ധമാക്കാൻ പോകുന്ന രാജ്യം ബ്രിട്ടൻ. 2023 ജനുവരിയിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം 2022 ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ന്യൂഡൽഹി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2022 ഔദ്യോഗിക ചിഹ്നം ആശ മൗംഗ്ലി. പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? നേപ്പാൾ. 86ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ 2 അവാർഡുകൾ നേടിയ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ സിനിമയുടെ പേര് ഫാബൽമാൻസ്. 2023 ജനുവരി 11 ഒഡീഷ തീരത്തു നിന്നും വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി. കേരള ലളിതകലാ അക്കാദമിയുടെ ഫെലോഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രഭാവതി മേപ്പയിൽ, ഷിബു നടേശ്. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ ഇന്ത്യൻ ചിത്രമായ RRRലെ ഗാനം നാട്ടുനാട്ട്. 2023 ഹരിവരാസനം പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. സുഖോയ് യുദ്ധവിമാനത്തിലെ പൈലറ്റാകുന്ന ഇന്ത്യയിലെ ആദ്യ വനിത അവനി ചതുർവേദി. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 83ാമത് അഖിലേന്ത്യാ സമ്മേളനം നടന്നത് ജയ്പൂർ. റുപ്പി ഡെബിറ്റ് കാർഡുകളും കുറഞ്ഞ മൂല്യമുള്ള PHIM പേ ഇടപാടുകളും പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹന പദ്ധതിക്ക് ക്യാബിനറ്റ് എത്ര തുക അനുവദിച്ചു? 2600 കോടി രൂപ. ആരുടെ ജന്മദിനമാണ് എല്ലാ വർഷവും ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. 2023 ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ നിലവിലെ റാങ്ക് 85. ഇന്ത്യയിലെ ആദ്യത്തെ 5G പ്രാപ്തമാക്കിയ ഡ്രോൺ ഏത് കമ്പനിയാണ് വികസിപ്പിച്ചെടുത്തത്? കൈഹോക്ക്. 2023 UN കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസിൻ്റെ നേതൃത്വ ടീമിനെ പ്രഖ്യാപിച്ച രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ് UAE. ടെക്നോ പാർക്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി 2023 ജനുവരി 12 ചുമതലയേറ്റത് സഞ്ജീവ് നായർ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം 2023 ജനുവരി 15 കേരളത്തിലെ ഏത് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്? ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, തിരുവനന്തപുരം. അടുത്തിടെ അന്തരിച്ച സോഷ്യലിസ്റ്റ് നേതാവും മുൻ JDU നേതാവുമായ വ്യക്തി ശരത് യാദവ്. നാസയുടെ പുതിയ ടെക്നോളജിസ്റ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് AC ചരണിയ.
ഭക്ഷ്യവിഷബാധ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഹോട്ടലുകളിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി ഹോട്ടലുകൾക്ക് ഹൈജീൻ റേറ്റിംഗ് ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളം. 2023 ഓഗസ്റ്റിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കെൽട്രോ. ചേർചേര ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ആസ്ട്രോ ടൂറിസം വാനനിരീക്ഷണ പരിപാടിക്ക് വേദിയായ നഗരം ന്യൂഡൽഹി. ഈയിടെ രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഫ്രഞ്ച് ഫുട്ബോളർ ഹ്യൂഗോ ലോറിസ് താലിബാന്റെ സ്ത്രീവിരുദ്ധ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് 2023 അഫ്ഗാനിസ്ഥാനുമായുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പര റദ്ദാക്കിയ രാജ്യം ഓസ്ട്രേലിയ. അധ്യാപകരെ ലിംഗഭേദമില്ലാതെ ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന സുപ്രധാന ഉത്തരവ് പുറത്തിറക്കിയത് ബാലാവകാശ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതയുള്ള ജില്ല കൊല്ലം. സ്വദേശ് ദർശൻ 2.0 സ്കീമിന് കീഴിൽ വികസനത്തിനായി തിരഞ്ഞെടുത്ത ബേപ്പൂർ കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. 2023 തീർച്ചയായും സന്ദർശിക്കേണ്ട 52 സ്ഥലങ്ങളിൽ ന്യൂയോർക്ക് ടൈംസ് പട്ടികപ്പെടുത്തിയ ഇന്ത്യയിലെ സംസ്ഥാനം കേരളം. ഓൺലൈൻ ഗെയിമിങ്ങിലെ ഇന്ത്യയിലെ ആദ്യത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആരംഭിക്കുന്നത് ഷില്ലോങ്. ഹൗസിംഗ് സൊസൈറ്റിക്കായി ടാറ്റ പവർ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത് ഏത് നഗരത്തിലാണ്? മുംബൈ. 2023 ഹോക്കി ലോകകപ്പിൽ ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ ആദ്യ മത്സരത്തിൽ വിജയിച്ചത്? സ്പെയിൻ. അന്തരിച്ച ഗായിക ലിസ മേരി പേഴ്സി ഏത് രാജ്യക്കാരിയാണ്? USA. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ശാന്തി കുമാരി. 7ാം സായുധ സേന വെറ്ററൻസ് ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? 2023 ജനുവരി 1. ജമ്മു കാശ്മീരിലെ ഏത് സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനാണ് CRPFും സൈന്യവും ആയുധ പരിശീലനം നൽകുന്നത്? വില്ലേജ് ഡിഫൻസ് കമ്മിറ്റി, കേരള. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 59ാമത് സ്ഥാപക ദിനം 2023 ജനുവരി 14. ഏത് അസോസിയേഷനുമായി സഹകരിച്ചാണ് കുറഞ്ഞ നിരക്കിൽ ഫീഡർ സേവനങ്ങൾ അവതരിപ്പിക്കാൻ KSRTC തീരുമാനിച്ചത്? റെസിഡൻസ് അസോസിയേഷനുകൾ. മെറൂൺ ബെറ്റ് സെമോറിയൻ പരേഡ് ഏത് പ്രത്യേക സേനയുടെ പാസിംഗ് ഔട്ട് പരേഡാണ്? ഗരുഡ് ഫോഴ്സ്, IAF. അനൗപചാരികമായി ഡോക്ടർ ദിദീസ്, ഔദ്യോഗികമായി കമ്മ്യൂണിറ്റി അനിമൽ കെയർ സർവീസ് പ്രൊവൈഡർമാർ എന്നും അറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. അതിർത്തി പ്രദേശങ്ങളിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സംരംഭമായ സോൾ ഓഫ് സ്റ്റീൽ ആൽപൈൻ ചലഞ്ച് ഏത് സ്ഥലത്താണ്? ഡെറാഡൂൺ. പുതിയ സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. 2023 ജനുവരി 11 മുതൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യനാക്കിയ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ. 2023 ജനുവരി 14 ഭാരത് ജോഡോ യാത്രയ്ക്കിടെ മരിച്ച ജലന്ധറിൽ നിന്നുള്ള കോൺഗ്രസ് MPയുടെ പേര് ചൗധരി സന്തോഖ് സിംഗ്. കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. ജയ്പൂർ സാഹിത്യോത്സവത്തിലെ കനയ്യലാൽ സേത്യ അവാർഡ് നേടിയ വ്യക്തി K. സച്ചിദാനന്ദ്. മോംഗീത് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തിലാണ് ആഘോഷിക്കുന്നത്? അസം. ഓൺലൈൻ ഗെയിമിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിതമാകുന്നത് ഷില്ലോങ്. സഹർഷ് എന്ന പ്രത്യേക വിദ്യാഭ്യാസ പരിപാടി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ത്രിപുര. സ്റ്റാർട്ടപ്പ് മെൻറ്റർഷിപ്പിനായി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്ത പോർട്ടൽ മാർഗ് പോർട്ടൽ. രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം വരുന്നത് മുംബൈ. ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ടാങ്ക് വേദ ഗൈഡഡ് മിസൈൽ ഹെലീന. ഹാസോങ് 17 എന്ന ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. 2023 ജനുവരി 13 മുതൽ 29 വരെ നടക്കുന്ന ലോകകപ്പ് ഹോക്കിയിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്? 16. 2023 15ാമത് പുരുഷ ലോകകപ്പ് ഹോക്കി ഭാഗ്യചിഹ്നം ഒലി എന്ന ആമ.
മിസ് യൂണിവേഴ്സ് 2022 ജേതാവ് ആർ ബോണി ഗബ്രിയൽ. 2022 റണ്ണേഴ്സ് അപ്പ് ജേതാവ് അമാൻഡ ഡുഡമൽ. പ്രവാസി ഭാരതീയ ദിവസിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പ് സുരക്ഷിത് ജായൻ പ്രക്ഷിത് ജായൻ. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധികളോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ ആവശ്യ മെഡിക്കൽ സപ്ലൈസ് നൽകുന്ന പദ്ധതി ആരോഗ്യ മൈത്രി. 2022 ആദ്യത്തെ ഫെഡറൽ ബാങ്ക് ലിറ്റററി അവാർഡ് ജേതാവ് കെ വേണു. 68 യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടം സംഭവിച്ച നേപ്പാളിലെ വിനോദസഞ്ചാര നഗരം പൊഖാറ. മലേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം വിക്ടർ ആക്സൽസൺ. 28ാമത് ക്രിറ്റിക്സ് ചോയ്സ് അവാർഡുകൾ. മികച്ച ചിത്രം എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസർ. മികച്ച നടി കേറ്റ് ബ്ലാബറ്റ്. മികച്ച സംവിധായകർ ഡാനിയൽ ക്വാൻ, ഡാനിയൽ ഷീനർട്ട്. മികച്ച വിദേശ ഭാഷാ ചിത്രം RRR. അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് 2023 ജനുവരിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം പെറു. ഇന്ത്യയിലെ ആദ്യ സോളാർ കാർ ഇവ. ഏത് രാജ്യത്തിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ചാണ് മുൻ ഇറാൻ പ്രതിരോധ ഉപമന്ത്രി ആലക്സ് അക്ബറിയെ ഇറാൻ തൂക്കിലേറ്റിയത്? ബ്രിട്ടൻ. പ്രഥമ സ്വാമി സംഗീത അവാർഡ് ജേതാവ് കെ ജയകുമാർ. 2023 6ാമത്തെ അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി ചെന്നൈ. 2023 ജനുവരിയിൽ രാജിവെച്ച വിയറ്റ്നാം പ്രസിഡന്റ് നുവൻ ഷ്വാൻ ഫുക്. രഞ്ജി ട്രോഫി മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ അമ്പയർമാരുടെ ബാച്ച് ജനനി നാരായണൻ, ഗായത്രി വേണുഗോപാലൻ, ബൃന്ദ രതി. കുസാറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിക്കുന്ന യൂണിവേഴ്സിറ്റി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. 2023 ജനുവരിയിൽ അന്തരിച്ച ഡെമോഗ്രാഫർ KC സക്കറിയ. അടുത്തിടെ 60ാം വാർഷികം ആചരിച്ച കേരളത്തിലെ പ്രസ്ഥാനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. മാസികകൾ ശാസ്ത്രഗതി, ശാസ്ത്ര കേരളം, യുറീക്ക. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗത്തിൻ്റെ പ്രവാസ കൈരളി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KR മീര. ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരം നേടിയ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഐറോഫ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. ഇൻ്റർനെറ്റ് വേഗത്തിൽ ഒന്നാമതുള്ള രാജ്യം ഖത്തർ. ഇന്ത്യയുടെ സ്ഥാനം 105. 1961 ശേഷം ആദ്യമായി ജനസംഖ്യ കുറഞ്ഞ രാജ്യം ചൈന. നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് നിയമപ്രകാരമാണ്? 1972 വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂൾ 3 പ്രകാരം. പ്രകൃതി സംരക്ഷണത്തിന് സന്ദേശങ്ങൾ കവിതയിലൂടെ അവതരിപ്പിച്ച സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മയ്ക്കായുള്ള സുഗതവനം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ആറന്മുള. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ബെർഹാംപൂർ കേസ് 1951 തീർപ്പാക്കിയ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി. 2023 സ്ഥിതിവിവര കണക്കുകളുടെ ലോക പട്ടിക പ്രകാരം ഏഷ്യയിലെ ഏറ്റവും ധനികനായ നടൻ ഷാരുഖ് ഖാൻ. 2023 ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കുന്ന രാജ്യം ശ്രീലങ്ക. 2023 ജനുവരിയിൽ ഡാങ് പ്രോജക്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ DRDO ഓഫീസർ സുർഫി ജഗ്മോള. നോർത്ത് അമേരിക്കയിലെ മലയാളി സംഘടനയായ ഫൊക്കനയുടെ മികച്ച മന്ത്രിക്കുള്ള പുരസ്കാരം നേടിയ മന്ത്രി മുഹമ്മദ് റിയാസ്. ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗിൽ. ഇന്ത്യ ഈജിപ്റ്റ് പ്രത്യേക സേനയുടെ ആദ്യ ഉഭയകക്ഷി സൈനികാഭ്യാസം സൈക്ലോൺ. ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ വനിതാ താരം അമേലിയ ഖേർ. ന്യൂസിലാൻഡ് താരം 17ാം വയസ്സിൽ ഇരട്ട സെഞ്ചുറി നേടി. സംസ്ഥാനത്താകെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി കേരള പോലീസ് തയ്യാറാക്കിയ പദ്ധതി ഓപ്പറേഷൻ ആഗ്.
ഗൃഹസന്ദർശനത്തിലൂടെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി അശ്വമേധം. 2023 ജനുവരിയിൽ അന്തരിച്ച ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി സിസ്റ്റർ ആന്ദ്രേ, 118 വയസ്സ്. വാർഷിക വിദ്യാഭ്യാസ റിപ്പോർട്ട് പ്രകാരം 2022 കണക്കനുസരിച്ച് വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമീണ അമ്മമാർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ കരസേനയ്ക്ക് 2014 ഫെബ്രുവരിയിൽ AH-4E അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്റർ പുറത്തിറക്കുന്ന കമ്പനി ടാറ്റ എയ്റോസ്പേസ് ലിമിറ്റഡ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന് സമർപ്പിക്കപ്പെട്ട നിർദ്ദിശ സ്മാരകത്തിൻ്റെ മാതൃക 2023 ജനുവരി 23 ആൻഡമാനിലെ ഏത് ദ്വീപിൽ ഉദ്ഘാടനം ചെയ്തു? റോസ് ദ്വീപ്. കരസേനയിലെ ഏതാണ്ട് 108 വനിതാ ഓഫീസർമാരെ സൈനിക യൂണിറ്റുകളെ നയിക്കാൻ യോഗ്യരാക്കുന്നതിന് ഏത് റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകും? കേണൽ. 2023 ഹോക്കി ലോകകപ്പിൽ ഏത് ടീമിനെ 14-0 പരാജയപ്പെടുത്തിയാണ് നെതർലാൻഡ്സ് ചരിത്രം സൃഷ്ടിച്ചത്? ചിലി. 268 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? നെയ്മത്ത് മിനോഷ് ഷഫീഖ്. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് SC കൊളീജിയത്തിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിച്ച സ്വവർഗാനുരാഗ അഭിഭാഷകന്റെ പേര് സൗരഭ് കിർപാൽ. US മേരിലാൻഡിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ അമേരിക്കൻ രാഷ്ട്രീയക്കാരൻ അരുണ മില്ല. 2023 ജനുവരി 23 ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത 5ാമത്തെ കൽവാരി ക്ലാസ് അന്തർവാഹിനി വാഗീർ. ഇന്ത്യയിൽ വച്ച് അന്തരിച്ച ഏത് രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബദർ അലിയു ജൂഫ്? ഗാംബിയ. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഹോളിഡേ. മതം മാധ്യമം മാർക്സിസം നവകേരളത്തിലേക്ക് എന്ന പുസ്തകം രചിച്ചത് പിണറായി വിജയൻ. ഈയിടെ അന്തരിച്ച ബഷീർ തകഴി സാഹിത്യങ്ങളെ ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയ വിസ്തൃത ഭാഷാശാസ്ത്രജ്ഞൻ റൊണാൾഡ് ഇ ആഷർ. 2023 ജനുവരിയിൽ ഉപദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് പങ്കജ് കുമാർ സിംഗ്. രാജ്യം മുഴുവൻ ഡോപ്ലർ വെതർ റഡാർ നെറ്റ്വർക്കിൻ്റെ പരിധിയിൽ വരുന്ന വർഷം 2025. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.